പ്രിയമുള്ള സ്നേഹിത, ഇത് ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിനോയ് ജേക്കബ്. ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദൈവം എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുക നമ്മുടെ ജീവിതത്തിൽ? ദൈവം എങ്ങനെ പ്രത്യക്ഷപ്പെടണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? സാധാരണ ഒരു ഭരണാധിപനോ രാജാവോ ഒക്കെ വരികയാണെങ്കിൽ എന്തുമായിരിക്കും ബഹളം, അല്ലേ? ഡ്രമ്മും പാട്ടും ബഹളവും. ദൈവം എങ്ങനെയായിരിക്കും പ്രത്യക്ഷപ്പെടുക? ദൈവം പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് നമ്മളുടെ ചിന്താഗതി എന്താണ്? ഇവിടെ ദൈവം പ്രത്യക്ഷപ്പെടുന്ന ഒരു സന്ദർഭം വിശദീകരിക്കുകയാണ്. പ്രവാചകനായ ഏലിയാവിന് ആണ് ഇത് സന്ദർഭം. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്നവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുന്നിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിൻ്റെ ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു. ഏലിയാവേ, നിനക്ക് എന്ത് ഇവിടെ കാര്യം എന്ന് ചോദിക്കുന്ന ദൈവത്തെ കണ്ടു. ആദ്യമായിട്ട് ദൈവം കടന്നു വരുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടായി. പർവ്വതങ്ങളെ കീറി പാറകളെ തകർക്കുന്ന ഒരു കൊടുങ്കാറ്റ്. ആ കാറ്റിൽ ദൈവം പ്രത്യക്ഷമായില്ല. നമ്മൾ വിചാരിക്കുന്നത് ദൈവം പ്രത്യക്ഷപ്പെടണമെങ്കിൽ വലിയ സംഭവങ്ങൾ നടക്കണം, വലിയ നമ്മുടെ ജീവിതത്തിൽ ഇടപഴകണമെങ്കിൽ. രണ്ടാമതായി വലിയൊരു ഭൂകമ്പമുണ്ടായി. അതിലും യഹോവ ഉണ്ടായിരുന്നില്ല. തീയുണ്ടായി, തീയിലും യഹോവ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ചെറിയ ശബ്ദം കേട്ടു. നീ എന്തിനാ ഇവിടെ ഒളിച്ചിരിക്കുന്നത് എന്നാണ് ഏലിയാവിനോട് ചോദിക്കുന്നത്. ഏലിയാവെന്ന് പറയുന്ന ഒരു പ്രവാചകനോട് സംസാരിക്കുമ്പോൾ ഏലിയാവിനെക്കുറിച്ച് നമ്മൾ അറിയണം. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ആത്മാവും ശക്തിയുമുള്ളവനായിരുന്നു. ഏലിയാ പ്രവാചകൻ ആത്മാവുള്ളവനായിരുന്നു, ശക്തിയുള്ളവനായിരുന്നു. അവൻ്റെ ശക്തി അനേകം സന്ദർഭങ്ങളിൽ വെളിപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏലിയാ പ്രവാചകൻ്റെ ശക്തി. ആഹാബ് രാജാവിന് നേരെ ചെന്ന് പറയുന്നു, നീ അനീതി കാണിച്ചു, ഇനി നിൻ്റെ നാട്ടിലേക്ക് മഴ പെയ്യില്ല അടുത്ത 3 വർഷം. ഇത് പോയി പറഞ്ഞപ്പോൾ യെസബേലിന് അതിഭയങ്കരമായ ദേഷ്യം വന്നു. എന്നിട്ട് കാർമേൽ പർവ്വതത്തിൻ്റെ മുകളിൽ ബാലിൻ്റെ പുരോഹിതന്മാരെ വെല്ലുവിളിക്കുന്നു. ഒറ്റയ്ക്ക് 100 കണക്കിന് പുരോഹിതന്മാർ. ആദ്യം കിടങ്ങുണ്ടാക്കി, കിടങ്ങിൽ വെള്ളം നിറച്ചു, യാഗപീഠത്തിൻ്റെ പുറത്ത് വെള്ളം ഒഴിച്ചു. എന്നിട്ട് പറയുന്നു, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി യാഗം സ്വീകരിച്ചെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. എന്ത് ധൈര്യത്തിലായിരിക്കും ഏലിയാവ് അത് പറഞ്ഞിട്ടുണ്ടാവുക? ദിവസം മുഴുവൻ ബാലിൻ്റെ പുരോഹിതന്മാർ അവരുടെ യാഗപീഠത്തിന് മുന്നിൽ ഒച്ച വെച്ച്, ബഹളം വെച്ച്, സ്വയം പീഡിപ്പിച്ച്, ദണ്ണിപ്പിച്ച്, അവരുടെ വിളിച്ച് കരഞ്ഞു. പക്ഷേ ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി യാഗവസ്തുവിനെ ദഹിപ്പിക്കുന്നു. അവിടെ നമ്മൾ ഏലിയാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി ഏലിയാവിലൂടെ പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. ആഹാബ് രാജാവുമായുള്ള മത്സരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ഏലിയാവിൻ്റെ ജീവിതത്തിൽ കാണുകയാണ്. അവൻ്റെ ശത്രുക്കളുടെ മേൽ പ്രതികാരം ചെയ്യുവാൻ കഴിവുള്ളവനായിരുന്നു ഏലിയാവ്. നമ്മെ നിരന്തരം പ്രയാസങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നവനായിരുന്നു ഏലിയാവ്. ഇസബേൽ അവനെ കൊന്നുകളയും, അടുത്ത പ്രഭാതത്തിൽ അവൻ്റെ മാംസം പക്ഷികൾക്ക് തുണ്ടമാക്കിയിടും എന്ന് പറഞ്ഞപ്പോൾ
കെരീത്ത് തോട്ടിൽ ഒളിച്ചിരിക്കുന്ന ഏലിയാവിനെ കാണാം. പലപ്പോഴും നമ്മളും ഇങ്ങനെയാണല്ലേ, ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ നേരിടാനാവാതെ മാറിയിരിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറും. പക്ഷേ അപ്പോൾ ദൈവത്തിൻ്റെ ഒരു മൃദുസ്വരം നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരും. മൃദുവായ സ്വരം, സ്നേഹത്തിൻ്റെ സ്വരം, സ്വാന്തനത്തിൻ്റെ സ്വരം, ആശ്വാസത്തിൻ്റെ സ്വരം, പിടിച്ചുയർത്തുന്ന സ്വരം നമുക്ക് കേൾക്കാം. നമ്മൾ വിചാരിക്കുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപഴകുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവിനെയും ദൈവം തകർക്കണം, ദൈവം തോൽപ്പിക്കണം, ദൈവം ഇല്ലാതാക്കണം, എന്നിട്ട് എന്നെ ജയാളിയായി കൊണ്ട് നടക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുക. വലിയ കൊടുങ്കാറ്റോ ഭൂകമ്പമായിട്ടോ വലിയൊരു സംഭവമായിട്ട് തീയായിട്ട് ദൈവം നമ്മളെ സംരക്ഷിക്കണം, നമ്മുടെ ശത്രുക്കളെ തോൽപ്പിക്കണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. അങ്ങനെയല്ല ദൈവത്തിൻ്റെ ഇടപെടൽ. ദൈവം പ്രവർത്തിക്കുന്നത് നമ്മളോടാണ്, അവരോടല്ല. കാരണം ദൈവം നമ്മളെ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ പരിശീലിപ്പിക്കുകയാണ്. ദൈവം നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ പ്രശ്നങ്ങളെ മറികടക്കാൻ ദൈവം സഹായിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ദൈവം നമുക്ക് മുന്നിലുള്ള ശത്രുക്കളെ തകർത്ത് കളഞ്ഞിട്ടല്ല നമ്മളെ ജയാളിയാക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ജീവിത യാഥാർത്ഥ്യമാണ്. കാരണം നമുക്ക് ശത്രുക്കളോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറും, അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുന്നവരോടുള്ള നമ്മുടെ മനോഭാവമാണ് ദൈവം മാറ്റുന്നത്. ദൈവം നമ്മളെ അതിജീവിക്കാൻ സഹായിക്കുകയാണ്. അതാണ് അഗ്നിച്ചൂളയിലേക്ക് എടുത്തെറിയപ്പെട്ട ദാനിയേലിൻ്റെ കൂട്ടുകാരുടെ ജീവിതത്തിൽ നമ്മൾ അതാണ് കാണുന്നത്. ദൈവം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. ആ അഗ്നിനാളങ്ങൾ 7 ഇരട്ടി ജ്വലിപ്പിച്ച തീനാളത്തിലേക്കാണ്. അതായത് അറക്കപ്പൊടിയും ഒലിവെണ്ണയും കോരിയിട്ടിട്ടാണ് ഈ തീ ആളിക്കത്തിക്കുന്നത്. വലിയ കുഴി, ഫർണസ്, അതിലാണ് ഈ അറക്കപ്പൊടിയും ഒലിവെണ്ണയും ചേർത്ത് ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കുന്നത്, ഇട്ട് കൊടുക്കുന്നത്. തീ ഇങ്ങനെ ആളിക്കത്തും. നോക്കൂ, അതിനിടയിൽ ഈ കൂട്ടുകാർക്കൊപ്പം ദൈവം നടക്കുന്നു. അതിൽ നിന്ന് മാറാനല്ല, തീയിൽ പോകാതിരിക്കാനല്ല, തീയിൽ ഇടാതിരിക്കാനല്ല ദൈവത്തിൻ്റെ അത്ഭുതം വേണ്ടിയിരുന്നത്. ആ തീക്കുള്ളിൽ നമ്മൾ അതിജീവിക്കുന്നത് കാണുന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. പ്രിയമുള്ള സ്നേഹിത, ദൈവം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപഴകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കഷ്ടം സ്വാഭാവികമാണ്. പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടേ പറ്റൂ. പക്ഷെ കർത്താവ് അതിജീവനത്തിന് നമുക്ക് കൂടെ ഉണ്ടാകും. അതുകൊണ്ടാണ് പറയേണ്ടുന്നത്, കർത്താവേ, ഈ കരുണയ്ക്ക് ഞാൻ യോഗ്യനല്ല. എൻ്റെ പ്രയാസങ്ങളിൽ നീ എനിക്കൊപ്പമുണ്ടായിരുന്നു, എൻ്റെ ദുരിതങ്ങളിൽ നീ എനിക്ക് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ പ്രശ്നങ്ങളെ നേരിടേണ്ടവൻ തന്നെയായിരുന്നു. നേരിട്ടേ പറ്റൂ. പ്രശ്നങ്ങൾ മാറലല്ല, പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഒപ്പം നിൽക്കുന്നതാണ് ദൈവം. ശക്തനായ ദാസൻ, ശക്തനായ ഏലിയ പ്രവാചകൻ. ആ പ്രവാചകൻ ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ കൊടുങ്കാറ്റിലല്ല, ഭൂകമ്പത്തിലല്ല, തീയിലുമല്ല, അതിനുശേഷം വന്ന മന്ദമാരുതനിൽ ഒരു മൃദു ശബ്ദമായി യേശു ചോദിക്കുന്നു, ഏലിയാവേ, നീ എന്താ ഇവിടെ ഒളിച്ചിരിക്കണേ? ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ, ജീവിതത്തിൻ്റെ നെഗറ്റീവുകളിൽ ഇനിയും മുന്നോട്ട് പോകാനാവാതെ നീ സ്വയം ഒളിച്ചിരിക്കുവാണോ? ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ തകർന്നിരിക്കുവാണോ? എൻ്റെ കൂടെ ദൈവമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ദൈവം എന്നെ കൈവിട്ടു എന്ന് വിചാരിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ കൂടെ ഇല്ലെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ?
നിങ്ങൾ ജീവിതത്തിൽ തകർന്നു പോയെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നിങ്ങളെ കളഞ്ഞിട്ട് പോയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികൾ നിങ്ങളെ കൈവിട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ജീവിതത്തിൽ പേടിച്ചിരിക്കുവാണോ? തളർന്നു പോയിട്ടുണ്ടോ? കൊടുങ്കാറ്റിലല്ല, ഭൂകമ്പത്തിലല്ല, തീയിലുമല്ല, മന്ദസ്മിതത്തിൽ, ചെറുകാറ്റിൽ യേശുവിൻ്റെ മൃദുസ്വരം കേൾക്കാം. നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്? എഫേസ്യർക്ക് ലേഖനം 4:14 കർത്താവ് പറയുന്നു, ഉപദേശത്തിൻ്റെ കാറ്റിൽ ദൈവമില്ല, ചതിയിലും ഉപായത്തിലും തെറ്റി കളയുന്ന കാറ്റിലും ദൈവം ഉണ്ടാവില്ല. ദൈവം നമ്മളെ തെറ്റിക്കുന്ന, നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന വലിയ ബഹളങ്ങൾക്കൊപ്പം ദൈവമുണ്ടാവില്ല. ആകർഷകമായ കാര്യങ്ങളിൽ ദൈവമുണ്ടാകുകയില്ല. നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുകയില്ല. സഹജവാസനയാകുന്ന കാറ്റിൽ ദൈവമില്ല. നമ്മൾ കാറ്റിനാൽ ഉലയുന്ന ഓട പോലെയാകും. നിങ്ങൾ കർത്താവിൻ്റെ മരുഭൂമിയിലേക്ക് പോയി കാറ്റിൽ ഉലയുന്ന ഓടയോ? നമ്മൾ കാറ്റിൽ ഉലയുന്നവരായിത്തീരുമ്പോൾ കർത്താവ് ഒരു പക്ഷേ ആ കാറ്റിൽ നമ്മളോട് പ്രത്യക്ഷപ്പെട്ടുണ്ടായിരിക്കില്ല. ഭൂകമ്പത്തിൽ അവനുണ്ടായിരുന്നില്ല. ഭാവിയെക്കുറിച്ചുള്ള ഭീതി മുഖാന്തരം നമ്മൾ നടുങ്ങിയിരിക്കുമ്പോൾ, നമ്മൾ പേടിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മുടെ കൂടെ വന്ന് നമ്മളെ കയറ്റണം എന്നില്ല, പ്രശ്നങ്ങൾ വിടുവിക്കണമെന്നില്ല. തീയിലും യഹോവയുണ്ടായിരുന്നില്ല. വാഗ്വൈഭവവും പ്രസംഗ കഴിവും ഒന്നുമല്ല ദൈവത്തിൻ്റെ വേലയ്ക്ക്, ദൈവത്താൽ ഉപയോഗിക്കാൻ ഏറ്റവും പ്രയോജനമുള്ള കാര്യം. നമ്മൾ വിചാരിക്കും അങ്ങനെയാണ്, നല്ല പ്രസംഗത്തിനുള്ള കഴിവുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല ശബ്ദമുള്ളതുകൊണ്ട്. ആളുകൾ പലപ്പോഴും പറയും നല്ല ശബ്ദത്തിൻ്റെ ഉടമയായതുകൊണ്ട്. എൻ്റെ ശബ്ദമോ എൻ്റെ പ്രസംഗ പാഠമോ എൻ്റെ ഭാഷയോ ഇതിലൊന്നുമല്ല ദൈവത്തിൻ്റെ ഇടപഴകൽ. ദൈവത്തിൻ്റെ ഇടപഴകൽ വളരെ ശാന്തമാണ്. കർത്താവ് പറയുന്നു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. നമ്മുടെ കഴിവോ നമ്മുടെ പ്രസംഗത്തിലുള്ള കഴിവോ നമ്മുടെ ഏതെങ്കിലും സമ്പത്തോ പണമോ ഇതിലൊന്നും അല്ല. നമ്മൾ ശക്തിമത്താവുന്നത്, ജീവിതത്തിൽ വിജയിക്കുന്നവരാകുന്നത്, ജീവിതത്തിൻ്റെ തകർച്ചകളെ നമ്മൾ നേരിടുന്നത്, നമ്മൾ ജീവിത സാഹചര്യങ്ങളിൽ വിജയിക്കുന്നവരാകുന്നത് എപ്പോഴാണ്? കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുമ്പോഴാണ്. നമ്മൾ ക്രിസ്തുവിൽ അഭയം പ്രാപിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ കരുണയുടെ ബഹുത്വം മൂലമാണ്, അവൻ്റെ സ്നേഹത്തിൻ്റെ നന്മ കൊണ്ടാണ്, അവൻ്റെ ക്ഷമയുടെ സ്വഭാവം കൊണ്ടാണ് നമുക്ക് ജീവിത വിജയമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ സീക്രട്ട് പൗലോസ് നമുക്ക് പറഞ്ഞു തരുന്നത്. സച്ചിൻ പറയുന്ന പോലെ, ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയുന്നത് പോലെ, പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ വിജയത്തിൻ്റെ ശക്തി എന്താണെന്ന് പറഞ്ഞു തരുന്നു. ക്രൂശിതനാക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിലിരിക്കാൻ ഞാൻ നിർണയിച്ചു. ക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് വിജയമുണ്ടാകുന്നത്. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാനാകും. അത് വലിയ ആട്ടും പാട്ടും കൊടുങ്കാറ്റും തീയും ഭൂകമ്പവും ഒന്നുമല്ല. വളരെ ശാന്തമായി കർത്താവ് നമ്മുടെ ജീവിതത്തെ ഇടപഴകുന്നത് നമുക്ക് കാണാൻ പറ്റും. ദൈവം എവിടെയാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു അവരുടെ ജീവിതത്തിൽ. മൃദമായി, വളരെ മൃദുവായി, വളരെ മൃദുവായ ശബ്ദത്തിൽ, പ്രകാശത്തിൽ,
ശബ്ദത്തിലും ഭൂകമ്പത്തിലുമല്ല. കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് വരും. നീ എന്തിനാ ഇവിടെ തളർന്നിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ യെശയ്യാവിൻ്റെ പുസ്തകം 30-ാം അധ്യായം 15-ാം വാക്യം പറയുന്നത്, മനം തിരിഞ്ഞടങ്ങിയിരിക്കുക, എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കുക. നമ്മൾ ശക്തി പ്രകടനങ്ങൾ നടത്തുന്നതിലല്ല നമ്മളുടെ ശക്തി. ഒരുപാട് ആളെ കൂട്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതല്ല നമ്മുടെ ശക്തി ഇരിക്കുന്നത്. ഒരുപാട് വലിയ കാര്യങ്ങൾ ആളുകളുടെ പ്രീതി സമ്പാദിക്കുന്നതല്ല നമ്മുടെ വിജയത്തിൻ്റെ കാരണം. മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് എനിക്ക് മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടുക, ശ്രദ്ധ കിട്ടുക. അപ്പോഴാണ് ആളുകൾ നമ്മളെ ബഹുമാനിക്കുക, അപ്പോഴാണ് ആളുകൾ നമ്മളെ ആദരിക്കുക എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ മനം തിരിഞ്ഞ് അടങ്ങിയിരിക്കണം, വിശ്രമിക്കണം, നമ്മൾ കർത്താവിൽ ആശ്രയിക്കണം. അപ്പോൾ നമ്മൾക്ക് ജീവിത വിജയമുണ്ടാകുന്നത് എൻ്റെ അധ്വാനത്തിലല്ല, എൻ്റെ ശക്തിയിലല്ല, എൻ്റെ ശക്തി പ്രകടനത്തിലല്ല, എൻ്റെ കഴിവിലല്ല. ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ്, ഞാൻ കർത്താവിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്, ഞാൻ മാനസാന്തരപ്പെട്ടവനായി യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നവരായിത്തീരുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വരും. അപ്പോൾ നമ്മൾ വിജയിക്കുന്നവരായിത്തീരും. നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല കർത്താവായ യേശു ക്രിസ്തുവിലല്ലാതെ. ക്രൂശിതനാക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിലിരിക്കാൻ ഞാൻ നിർണയിച്ചു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ക്രിസ്തുവിലൂടെയാണ് എനിക്ക് ജീവിത വിജയമുണ്ടാകുന്നത്. ഞാൻ കൂടെയുണ്ടെങ്കിൽ എല്ലാം നമുക്ക് സാധ്യമാണ്. എന്നാൽ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും സാധ്യമല്ല എന്ന് യേശു ക്രിസ്തു പറഞ്ഞത് നമ്മൾ ഓർക്കണം. യെശയ്യാ 32:17 നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയനും നിർഭയതയുമായിരിക്കും. യെശയ്യാ 32:17 അവിടെ പറയുന്നു, നീതിയുടെ വിജയം, നീതിയുടെ പ്രവൃത്തി. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയത്വവുമായിരിക്കും. നീതിയുടെ പ്രവൃത്തി സമാധാനമാണ്, വെപ്രാളമല്ല, കാട്ടിക്കൂട്ടലല്ല, ആജ്ഞാപിക്കലല്ല, പ്രകടനം കാണിക്കലല്ല. അത് സമാധാനത്തിൻ്റെതാണ്, അത് ശാന്തതയുടെയാണ്. പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാനിങ്ങനെ ശാന്തനായിരിക്കുമ്പോഴേ മറ്റുള്ളവർ വിചാരിക്കും, ഇവനൊന്നും അറിഞ്ഞുകൂടാ, ഇവനെക്കൊണ്ടൊന്നിനും കൊള്ളില്ല, ഇപ്പം ഭയങ്കര ഡള്ളാണ്. ചില ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് പറയും, കുറച്ചുകൂടെയൊക്കെ ആക്റ്റീവ് ആയിരിക്കണം കേട്ടോ, ഇങ്ങനൊന്നും അല്ല. പക്ഷേ ദൈവം പറയുന്നു, നീ ശാന്തനായിരിക്കുമ്പോൾ, സമാധാനമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, വെപ്രാളമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ, വലിയ ശക്തി പ്രകടനങ്ങളില്ലാതിരിക്കുമ്പോൾ നീതിയുടെ പ്രവൃത്തി സമാധാനമാണ്. സമാധാനമായ കാര്യങ്ങൾ ചെയ്യുക, സാവധാനത്തിൽ ചെയ്യുക, ആത്മവിശ്വാസത്തോടെ ചെയ്യുക, ഉറപ്പോടെ ചെയ്യുക, ധൈര്യമായി ചെയ്യുക. ഇതാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ കൊടുങ്കാറ്റിലും തീയിലും ഭൂകമ്പത്തിലും വളരെ വേഗത്തിലും ഒന്നുമല്ല ചെയ്യുക. ദൈവത്തിൻ്റെ സമാധാനത്തിൽ, സഹിഷ്ണുതയിൽ, സ്നേഹത്തിൽ, ആർദ്രതയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യുന്നവർക്ക് ശാശ്വതമായ വിശ്രമവും നിർഭയത്വം ഉണ്ടാകും. സമാധാനം ഉണ്ടാകും, വിശ്രമം ഉണ്ടാകും. ഇന്ന് മനുഷ്യർക്കില്ലാത്തൊരു കാര്യമാണ് വിശ്രമമില്ല, പേടിയാണ്. അത് അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ് കേട്ടോ. എന്താ പറയുന്നത്? ഭൂലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ച് ആളുകൾ നിർജീവന്മാരാകും, എന്ത് ചെയ്യണമെന്നറിയാതിരിക്കും. നിർഭയത്വം ഇല്ലാതിരിക്കുക, പേടി, എല്ലാത്തിനോടും പേടി. സുരക്ഷാ ഭീഷണിയാണ് എന്ന് നമ്മൾ പറയും ഇപ്പോഴത്തെ വാക്കുകൾ, ടേംസിൽ. അപ്പോൾ
നമ്മൾ വെപ്രാളപ്പെടുത്തുന്നതും ദേഷ്യപ്പെടുന്നതും എന്തിനാണ് ഇങ്ങനെ, അങ്ങനെയല്ല ദൈവത്തിൻ്റെ ഇടപഴകൽ. ദൈവം സമാധാനത്തോടു കൂടി, ശാന്തതയോടുകൂടി, ഭയമില്ലാതെ യഥാർത്ഥമായ വിശ്രമം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇടം പിടിക്കും. താഴ്മയിലാണ് നമ്മൾ വളരുക, താഴ്മയിലാണ് നമ്മൾ ഇടപെടേണ്ടുന്നത്. കർത്താവ് അങ്ങനെയാണ് നമ്മളോട് ജീവിതത്തിൽ ഇടപഴകാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ള സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എങ്ങനെ ഇടപെടുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്? വലിയൊരു ശക്തി പ്രകടനമായിട്ടാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ഭാവനയിൽ കാണും. ഞാനൊക്കെ ഭാവനയിൽ കണ്ടിട്ടുണ്ട്. എന്താണെന്നറിയാം, എല്ലാവരുടെയും മുമ്പിൽ എല്ലാവരും ബഹുമാനിക്കുന്നത്, എല്ലാവരും ആദരിക്കുന്നത്, ഒത്തിരി ലോട്ടറി അടിച്ച് പണം നേടുന്നത്, എന്നിട്ട് വലിയ കാറിലൊക്കെ നടക്കുന്നത്. കാരണം നമ്മളുടെ സ്വപ്നങ്ങൾ അങ്ങനെയാണ്. നമ്മളെ കളിയാക്കുന്നവരുടെ മുമ്പിൽ ഇതൊക്കെ ഭാവനയാണ്. നോക്കൂ, ഈ ഭാവനയുടെ പ്രശ്നം ഇമാജിനേഷൻ. നമ്മുടെ ഭാവനയുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ഭാവനയിൽ ഹീറോ എപ്പോഴും നമ്മൾ തന്നെയായിരിക്കും, ഞാനായിരിക്കും. എന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അത് പോവുക. ഞാൻ ജയിക്കുന്നു, ഞാൻ പണം നേടുന്നു, ഞാൻ വലിയ കാറിൽ വരുന്നു, എനിക്ക് വലിയ ആളുകൾ എന്നെ ആദരിക്കുന്നു. നോക്കൂ, സ്വാർത്ഥത, സെൽഫിഷ്. അതിൽ നമ്മൾ സെൽഫ് എക്സാക്ടേഷനാണ് ചെയ്യുന്നത്. സ്വയം പുകഴ്ത്തുക, സ്വയം ഉയർത്തുക, സ്വയം എൻ്റെ ശക്തി, എൻ്റെ കഴിവ്, എൻ്റെ ഇത് എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല. ദൈവം നമ്മളോട് ഇടപഴകാനാകുന്നത് ഭൂകമ്പത്തിലുമല്ല, കൊടുങ്കാറ്റിലുമല്ല, തീയിലുമല്ല. അതിനുശേഷം വന്ന ചെറുകാറ്റിൽ മൃദുവായി യേശു സംസാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപഴകുന്നത് വളരെ ശാന്തമായിട്ടായിരിക്കും. നമ്മൾ വളരേണ്ടുന്നതും നമ്മളും നമ്മുടെ ജീവിത കാര്യങ്ങൾ ചെയ്യേണ്ടുന്നതും കർത്താവിൻ്റെ ഇതേ രീതിയിലായിരിക്കണം. ശാന്തമായി, സമാധാനമായി, വിശ്രമത്തോടു കൂടി. ക്രൂശിതനാക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി, ക്രിസ്തുവിലൂടെ വളരുന്നവരായി, ക്രിസ്തുവിലൂടെ ജീവിക്കുന്നവരായി നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് പറയുന്നത്, കർത്താവേ, നിൻ്റെ ഈ കരുണയ്ക്ക് ഞാൻ യോഗ്യനല്ല. എൻ്റെ ജീവിതത്തിൽ സമാധാനമായി ഇടപഴകുന്ന ഒരു ദൈവം, ശാന്തമായി വന്നെന്നെ നയിക്കുന്ന ദൈവം, ശാന്തമായി എൻ്റെ ജീവിതത്തെ നേരിടാൻ, പ്രളയം പോലെ, കൊടുങ്കാറ്റ് പോലെ, സുനാമി പോലെ എനിക്ക് നേരെ വരുന്ന പ്രശ്നങ്ങളെ ശാന്തമായി നേരിടാൻ സഹായിക്കുന്ന, ശാന്തമായി ശക്തി നൽകുന്ന, ഊർജം നൽകുന്ന ആ ദൈവസ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ പറിച്ചു മാറ്റാൻ നമുക്ക് തയ്യാറാകണം. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കേണ്ടുന്നത്. പ്രിയ സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് ഇനി മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്നത്? കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ചാണോ? അങ്ങനെ ആയിത്തീരട്ടെ. ദൈവം നിങ്ങളെ നയിക്കുന്നത്, ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നത്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമായി ഇടപഴകുന്നത്, നമ്മുടെ ജീവിതത്തെ ശാന്തമായി നയിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് തിരിച്ചറിയാനാവും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, കൊടുങ്കാറ്റിലും തീയിലും ശക്തി പ്രകടനത്തിലും ഒന്നുമല്ല, നീ എൻ്റെ ജീവിതത്തിൽ ശാന്തമായി ഇടപഴകുന്നത് കാണാൻ, തിരിച്ചറിയാൻ നീ എന്നെ സഹായിക്കണമേ. കർത്താവേ, നീ ഞങ്ങളെ ഉയർത്തുന്നത്, ഞങ്ങളെ വളർത്തുന്നത്, ഞങ്ങളെ താങ്ങി നടത്തുന്നത് തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ മൃദുസ്വരം കേൾക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി പകർന്നു കൊടുക്കുക. കൂടുതൽ നല്ല സന്ദേശങ്ങൾ കേൾക്കുന്നതിന് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.